മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത് തിരുവചനത്തില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്: എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു. ഈശോയെ ശുശ്രൂഷിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ ശുശ്രൂഷിക്കേണ്ട ദിവസങ്ങൾ. എങ്ങനെയാ ഈശോയെ ശുശ്രൂഷിക്കേണ്ടത്? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവന് ചെയ്തു കൊടുക്കുക. ഇതുപോലെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈശോയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ? നമ്മൾ ഓരോരുത്തരും ഈശോയെ സ്നേഹിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോ നൽകിയിരിക്കുന്ന വചനങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് വിശുദ്ധിയിലും നന്മയിലും പ്രാർത്ഥനയിലും എളിമയിലും ജീവിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണ്. അധിക സമയവും പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തില് ഈ ദിവസം നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് ഈശോയെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. എന്റെ ജീവിതത്തെക്കുറിച്ച് ഈശോയുടെ ഇഷ്ടം എന്താ? അത് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കണം. ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ നന്മ ചെയ്യുക, വെറുപ്പുള്ളവരെയൊക്കെ സ്നേഹിക്കുക, അവരോടൊക്കെ ക്ഷമിക്കുക, കൂടുതൽ വചനം വായിക്കുക, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുക. അപ്പോൾ വചനം പറയുകയാണ്, നീ ഈശോയുടെ ശുശ്രൂഷകനായിരിക്കും, അപ്പോൾ പിതാവ് നിന്നെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ പിതാവ് നമ്മളിൽ പ്രസാദിക്കും, പിതാവ് നമ്മളെ അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വേണോ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ? ജീവിതത്തിന് ഉയർച്ച വേണം? ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതാവായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ദിവസം നമുക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യാം. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് മാറ്റിവെക്കാം, നമ്മുടേതായ അനാവശ്യ തിരക്കുകളെയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഉത്തരവാദിത്വം മാത്രം ഇന്നും നിർവഹിക്കുക. ഈശോയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുക. കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിലെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.